إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم إياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ ഖുതുബയിൽ മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിവിധ നമസ്കാരങ്ങളെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതിൽപ്പെട്ട ഒന്നാണ് മയ്യത്ത് നമസ്കാരം എന്നുള്ളത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ അവസാനമായി ചെയ്യുന്ന കർമ്മം അതാണ് മയ്യത്ത് നമസ്കാരം എന്നുള്ളത്. ഒട്ടനവധി ശ്രേഷ്ഠതകളുള്ള ഒരു നമസ്കാരം കൂടിയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ല അലൈഹ ഫലഹു ഖീറാത്തുൻ. ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിക്കുകയും അതേപോലെ തന്നെ അതുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളിയായി ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്താൽ അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. സ്വഹാബിമാരായ ആളുകൾ ചോദിച്ചു, പ്രവാചകരെ, എന്താണ് ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് പറയുകയാണ്, ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം വലിപ്പം ഉണ്ടാകും. അങ്ങനെയുള്ള 2 ഖീറാത്ത് പ്രതിഫലമാണ് ഒരാൾ ജനാസ നമസ്കാരത്തിൽ പങ്കാളിയായാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അത്രത്തോളം ശ്രേഷ്ഠതയുള്ള ഒരു സൽക്രമമാണ് മയ്യത്ത് നമസ്കാരം എന്നുള്ളത്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു ജനാസക്ക് ആ ജനാസയുടെ നമസ്കാരത്തിനു വേണ്ടി
40 തൗഹീദുള്ള സ്വാലിഹീങ്ങളായ ആളുകൾ ആ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്താൽ ആ മയ്യത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്ക് അർഹനായി തീരുമെന്നാണ്. തൗഹീദുള്ള 40 ആളുകൾ നമ്മുടെ ജനാസക്ക് വേണ്ടി നമസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ശുപാർശക്ക് അർഹനായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. നമ്മളൊക്കെ ചില ജനാസ നമസ്കരിക്കാൻ വേണ്ടി ചെന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. വേറെയും നമുക്ക് അനുഭവം ഉണ്ടാവും. ചില ജനാസ നിസ്കാരത്തിനൊക്കെ വളരെ കുറഞ്ഞ ആളുകളുണ്ടാവും. ഒരു ജനാസ നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ വന്നെത്തണമെങ്കിൽ നമുക്ക് ആളുകളുമായി ചില ബന്ധങ്ങൾ ഉണ്ടാകണം. കുടുംബക്കാരായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകണം. അതേപോലെ തന്നെ ആദർശ ബന്ധങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടെ നാട്ടുകാരുമായി നല്ല സഹവാസത്തിലായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആയിരക്കണക്കിന് ആളുകൾ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വരുന്നതാണ്. എത്ര ആളുകൾ നമ്മുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നുവോ അതിനൊക്കെ പ്രതിഫലം ഉണ്ടെന്നാണ്. അതിന് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമ്മൾ നന്നാക്കി എടുക്കണം. ചില ആളുകളുണ്ട്, അവർ സമൂഹത്തിൽ ഒരു ഇടപഴകലും ഉണ്ടാവില്ല, ആരുമായും അവർക്കൊരു ബന്ധം ഉണ്ടാവില്ല. അവർ മരിച്ചത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അറിയൂ. അങ്ങനെയുള്ള വ്യക്തികളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ആളുകളുമായി ബന്ധം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നമ്മുടെ ജനാസ നമസ്കാരത്തിനു വേണ്ടി അതേപോലെ തന്നെ നമ്മുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുകയുള്ളൂ. സ്ത്രീകൾക്കും മയ്യത്ത് നമസ്കരിക്കാം. ചില നാടുകളിൽ സ്ത്രീകൾ മയ്യത്ത് നമസ്കരിക്കുന്നത് വലിയ പാപമായി കാണുന്ന ഒരു സമൂഹം നമ്മുടെ അടുക്കൽ ജീവിക്കുന്നുണ്ട്. സ്ത്രീകൾ മരിച്ചാൽ എന്തെങ്കില്ല, സ്ത്രീകൾ ജനാസക്ക് വേണ്ടി നമസ്കരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകിയിട്ടുണ്ടെന്ന. യുദ്ധക്കളത്തിൽ ഒരാൾ പോരാടിക്കൊണ്ട് ഷഹീദായാൽ അങ്ങനെയുള്ള ആളുകൾക്ക് മയ്യത്ത് നമസ്കരിക്കുകയോ അതേപോലെ തന്നെ അങ്ങനെയുള്ള ജനാസയെ കുളിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തുകയുണ്ടായി, മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണെന്ന്. എന്തൊക്കെയാണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലാ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ 6 എണ്ണമാണ്. ഒന്നെന്താ? ഇദാ ലഖീതുഹു ഫസല്ലിം അലൈഹി. നിങ്ങൾ ഒരു മുസ്ലിം സഹോദരനെ കണ്ടാൽ അവൻ്റെ പേരിൽ എന്ത് ചെയ്യുക? സലാം ചൊല്ലുക. കണ്ടുമുട്ടിയാൽ പരസ്പരം സലാം പറയുക. അതേപോലെ തന്നെ വഇദാ ദആക ഫഅജിബൂഹു. അവൻ നിന്നെ ക്ഷണിച്ചാൽ, ഒരു സദ്യക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലേക്ക് അവൻ നിന്നെ ക്ഷണിച്ചാൽ അവൻ്റെ ക്ഷണം സ്വീകരിക്കുക. അതാണ് 2ാമത്തെ കടമ. 3ാമത്തത് വഇദസ്തൻസഹക ഫൻസിഹ് ലഹു. നിന്റെ സഹോദരൻ നിന്നോട് ഒരു ഉപദേശം തേടിയാൽ അവനെ നീ ഉപദേശിക്കുക. അതേപോലെ തന്നെ വഇദാ അതസ ഫഹമിദല്ലാഹ്. അവൻ തുമ്മിയാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. വഇദാ മരിള ഫഉദൂഹു. അവൻ രോഗിയായാൽ, നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക, അവനെ സഹായിക്കുക. അതേപോലെ തന്നെ വഇദാ മാത ഫത്തബിഉഹു. നിന്റെ ഒരു മുസ്ലിം സഹോദരൻ മരിച്ചാൽ അവൻ്റെ ജനാസയെ അനുഗമിക്കുക, അതേപോലെ തന്നെ അവന് വേണ്ടി നമസ്കരിക്കുക. അപ്പോൾ ജനാസ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 ബാധ്യതകളിൽപ്പെട്ട ഒന്നാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ജനാസ നമസ്കാരം നിർവഹിക്കാൻ പാടില്ലാത്ത ചില ആളുകളുണ്ട്. ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തവൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അവന് നരകം ഉറപ്പാണ്. അവൻ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേപോലെയുള്ള ശിക്ഷയായിരിക്കും പരലോകത്ത് അവൻ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ സ്വയം ജീവനൊടുക്കിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ജനാസ നമസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തോട്ടെ, ചെയ്തോട്ടെ.
നോക്കൂ സഹോദരങ്ങളെ, ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവന് മയ്യത്ത് നമസ്കാരം വരല്ല എന്നാണ്. ചില ആളുകളൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആത്മഹത്യ ചെയ്താൽ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ തന്നെ സ്വയം നിർമ്മിക്കുന്നതാണ്. അമിതമായിട്ട് കടം വാങ്ങുക, അതേപോലെ തന്നെ നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതം, ഇതൊക്കെ വരുമ്പോഴാണ് സ്വന്തമായി ജീവൻ ഒടുക്കേണ്ടി വരുന്നത്. ഒരു മുസ്ലിം ഒരിക്കലും അവൻ്റെ ജീവിതത്തെ അള്ളാഹു ദാനമായി നൽകിയ ജീവിതത്തെ അവസാനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവന് മയ്യത്ത് നിസ്കാരം വരല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളൊക്കെ ചില പള്ളികളിലൊക്കെ ചെന്നാൽ വെള്ളിയാഴ്ചയായാൽ ആ മഹല്ലിൽ ആ ഒരാഴ്ച മരണപ്പെട്ട, വലിയ മഹല്ലൊക്കെ ആണെങ്കിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജുമാക്ക് ശേഷം ഇങ്ങനെ മയ്യത്ത് നമസ്കരിക്കും. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ടാകും. എന്നാലും വെള്ളിയാഴ്ചയായാൽ പിന്നെയും ആ മയ്യത്തിൻ്റെ പേരിൽ അങ്ങനെ നമസ്കരിച്ചു കൊണ്ടേയിരിക്കാം. ചിലപ്പോൾ ചില പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ എടുത്താൽ ചെറിയ പെട്ടിക്കോളങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്, മയ്യത്ത് നമസ്കരിക്കുക. അതേപോലെ തന്നെ മയ്യത്ത് നമസ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജുമാ കഴിഞ്ഞ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, നോട്ടീസൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യും. ശരിക്കും ഒരു മയ്യത്തിന് വേണ്ടി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും ആ മയ്യത്തിൻ്റെ പേരിൽ നമസ്കരിക്കേണ്ടതില്ല എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരായ ആളുകൾ ചില നിർദ്ദേശങ്ങൾ, നിഗമനങ്ങൾ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഒന്നെന്താ അറിയോ, ഒരു മയ്യത്ത്, ആ മയ്യത്തിന് വേണ്ടി ആരും നമസ്കരിച്ചിട്ടില്ല എങ്കിൽ, മയ്യത്ത് നമസ്കാരം എന്നുള്ളത് സാമൂഹിക ബാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മയ്യത്ത് നമസ്കരിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി, അയാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ഗൾഫിൽ വെച്ച്, നമ്മൾ ഗൾഫിലാണ്, നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു, നമ്മൾ എന്തു ചെയ്യും? അങ്ങനെ നമ്മളുമായി ഭയങ്കര ആത്മബന്ധമുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു എങ്കിൽ അത് മറഞ്ഞ മയ്യത്താണ്. ആ മയ്യത്തിന് വേണ്ടി നമുക്ക് വിദേശത്ത് നമുക്ക് നമസ്കരിക്കാം. അതല്ലാതെ എല്ലാ നാട്ടിലുള്ള ഓൾറെഡി ജനാസ നമസ്കരിച്ച വ്യക്തികളുടെ പേരിൽ വീണ്ടും വീണ്ടും അങ്ങനെ നമസ്കാരങ്ങൾ നടത്തേണ്ടതില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി ഒരു ജനാസ, ഒരു വ്യക്തി മരണപ്പെട്ടു, നമ്മൾ ആ മരണപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയപ്പോൾ മറമാടിയിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അയാൾക്ക് ഖബറിൻ്റെ അരികിൽ പോയിക്കൊണ്ട് നമസ്കരിക്കാൻ പണ്ഡിതന്മാർ ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അനുവാദം നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഹാനായ നജ്ജാശി രാജാവ് പ്രവാചകരുടെ പ്രബോധന വീതിയിൽ ഒരുപാട് സഹായങ്ങൾ നൽകിയ ഒരു വ്യക്തിയാണ് നജ്ജാശി രാജാവ്. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് ഇന്നത്തെ അത്ര സംവിധാനങ്ങളില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ കഴിഞ്ഞാണ് അറിയുന്നത്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബികളെയും കൂട്ടി നജ്ജാശി രാജാവിന് വേണ്ടി, മറഞ്ഞ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചു. പണ്ഡിതന്മാരായ ആളുകൾ ഈ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നജ്ജാശി രാജാവിന് വേണ്ടി ആരും നമസ്കരിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് നജ്ജാശി രാജാവ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പ്രബോധന വീതിയിൽ ഒരുപാട് സഹായങ്ങൾ നൽകിയ വ്യക്തിയാണ്. അത്രത്തോളം ആത്മബന്ധം ഉണ്ടായത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചത് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മറഞ്ഞ മയ്യത്തിനു വേണ്ടി നമ്മൾ നമസ്കരിക്കേണ്ടത്. ഇനി മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്തുള്ള വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ ചില മഹലിലൊക്കെ മയ്യത്താണ് കൊണ്ടുപോയാൽ
ആ പള്ളിയിലെ ഇമാം ആരാണോ അയാളോട് നിൽക്കാൻ വേണ്ടി പറയും. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അവസാനത്തെ ഇബാദത്താണ് മയ്യത്ത് നമസ്കാരം. അത് നിർവഹിക്കേണ്ടത് നമ്മളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ ആ മഹല്ലിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരല്ല. അത് നമുക്ക് ആ തിരിച്ചറിവുണ്ടാകണം. ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്തുള്ള വ്യക്തിയാണ് നമസ്കരിക്കേണ്ടത്. വേറൊരു നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഴിയുമെങ്കിൽ ഒറ്റ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് കഴിയാതെ പോകും. അതേപോലെ തന്നെ 3 സഫായി കൊണ്ട് നമസ്കരിക്കുന്നതും സുന്നത്താണ്. സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് എങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കുറേ മയ്യത്തുണ്ട്. ചിലപ്പോൾ ഒരു കാർ അപകടം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പകർച്ചവ്യാധി ഉണ്ടായി, ഒരുപാട് മയ്യത്തുണ്ട് എങ്കിൽ അതെല്ലാം ഒരുമിച്ച് കൂട്ടി ഒറ്റ നമസ്കാരം നിർവഹിച്ചാൽ മതി. അതേപോലെ തന്നെ മരിച്ചത് സ്ത്രീയാണ് എങ്കിൽ ഇമാമ് എവിടെയാണ് നിൽക്കേണ്ടത്? ആളുകൾക്കൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാകും. സ്ത്രീയാണ് എങ്കിൽ ഇമാമ് നിൽക്കേണ്ടത് ആ മയ്യത്തിങ്ങനെ വെച്ച് അതിൻ്റെ മധ്യഭാഗത്താണ്. മരിച്ചത് പുരുഷനാണ് എങ്കിൽ ഇമാമ് നിൽക്കേണ്ടത് തലയുടെ ഭാഗത്താണ്. ഈ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നിർവഹിക്കാത്ത നിസ്കാരം ആയതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ നിൽക്കൂല. അങ്ങനത്തൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ മയ്യത്ത് കൊണ്ടുവന്നാൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കണമെന്നാണ്. ചിലപ്പോൾ നല്ല കടബാധ്യതകളുള്ള മയ്യത്തായിരിക്കും. അതേപോലെ തന്നെ ആളുകൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ സൃഷ്ടിച്ചൊരു മയ്യത്തായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് കടബാധ്യതകളുള്ള ഒരാൾ മരണപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഈ മയ്യത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ആരേറ്റെടുക്കും? അങ്ങനെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്വഹാബി പ്രവാചകരെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കാരം ആരംഭിച്ചത്. നമ്മൾ കടം വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ കടബാധ്യത, ദുനിയാവുമായി ബന്ധപ്പെട്ട കടബാധ്യത അവസാനിച്ചാൽ മാത്രമേ നമ്മുടെ സൽക്രമങ്ങൾ അല്ലാഹു തആല വിചാരണക്കെടുക്കൂ. നമ്മൾ ഈ ഭൂമി ലോകത്ത് 63 കൊല്ലം 50 കൊല്ലമൊക്കെ ജീവിച്ചിട്ടുണ്ടാകും. പലർക്കും പല സംഖ്യകളും കൊടുക്കാനുണ്ടാകും. നമ്മുടെ ചില വാക്കുകൾ ആളുകളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഒരു വാക്ക് കൊണ്ട്, നമ്മുടെ ഒരു സംസാരം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും. അതെല്ലാം പൊരുത്തപ്പെടിക്കാൻ നമുക്ക് സാധിക്കണം. അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും ഭീമമായ സംഖ്യകൾ ഒരിക്കലും നമ്മൾ കടം വാങ്ങരുത്. 1 രൂപ പോലും ഒരാളോട് നാളെ തരാട്ടോ എന്ന് നമ്മൾ പറയാൻ പാടില്ല. കഴിയുമെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ എത്രയും വേഗം അത് വീട്ടാൻ നമുക്ക് സാധിക്കും. ഇനി ഒരു മയ്യത്ത് നമ്മൾ കൊണ്ടുവന്നു, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ആയിരിക്കും. നമ്മൾ സഭയിൽ വെച്ച്, സദസ്സിൽ വെച്ചിട്ട് നമ്മൾ പറയും, ഈ മയ്യത്തിൻ്റെ കടബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഏറ്റെടുത്താൽ അത് പിന്നീട് നമ്മുടെ ബാധ്യതയാണ്. അത് വീട്ടുക എന്നുള്ളത് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കരാർ പാലനമാണ്. നമ്മളങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മളങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടാവും. അത് വീട്ടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുടെ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക. ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ബാധ്യതകളെ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ചില ആളുകൾക്കൊന്നും മയ്യത്ത് നമസ്കാരം അറിയില്ല. അതുകൊണ്ട് തന്നെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയമായാൽ സ്വന്തം മാതാപിതാക്കൾ മരിച്ചെടുക്കുമ്പോൾ അവരിങ്ങനെ നിസ്കരിക്കാവുന്നതിൽ ഇങ്ങനെ പിൻവലിയും. അതേപോലെ തന്നെ ചില ആളുകൾ മരണപ്പെട്ടാൽ അവർ വിളിക്കും, ഉസ്താദ് എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കുക, അതിൻ്റെ രൂപം ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട്. ചില ആളുകൾക്ക് മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപങ്ങളോ അതിലെ പ്രാർത്ഥനകളോ അറിയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക്, എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അറിയോ, അത് നമ്മളൊരു ആത്മവിചാരണ നടത്തേണ്ട ഒരു കാര്യം.
ഇല്ല എങ്കിൽ മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപം അത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കണം. വേണ്ടപ്പെട്ട ആളുകൾ ഏത് നിമിഷവും മരിക്കാം. അവർ മരിച്ചാൽ എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് അറിയാതെ പോകരുത്. എന്താണ് അതിൻ്റെ രൂപം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപങ്ങൾ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ആ നമസ്കാരത്തിന് സുജൂദോ റുക്കുവോ ഇല്ല. 4 തക്ബീറുകളുള്ള നമസ്കാരം. ആ 4 തക്ബീറോട് കൂടി സലാം വീട്ടൽ. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിയതിന് ശേഷം രണ്ടാമത്തെ തക്ബീർ ചൊല്ലുക. രണ്ടാമത്തെ തക്ബീറിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താണ്. പിന്നീട് മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. 4ാമത്തെ തക്ബീറിന് ശേഷം പണ്ഡിതന്മാർ പറഞ്ഞത് 4ാമത്തെ തക്ബീറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സലാം വീട്ടി എന്നുള്ളതാണ്. ചെറിയ 1-2 പ്രാർത്ഥനകൾ ഹദീസുകളിലൂടെ അല്ലാഹുമ്മ ലാ തുഹർരിംനാ അജ്റഹു വലാ തഫ്തിന ബഅദഹു എന്നിങ്ങനെ ചെറിയ പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ 4 തക്ബീറിന് ശേഷം സലാം വീട്ടുക. ഇതാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം. അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും ഈ രൂപങ്ങളിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകാൻ നമ്മൾ ശ്രമിക്കണം. മയ്യത്ത് നിസ്കാരത്തെ പറ്റി പഠിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ മൊബൈലുകളിൽ മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് ജസ്റ്റ് ഒന്നിങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ കൃത്യമായ രൂപം പഠിക്കാനും അതിലെ